ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി വമൻ സലക മസ്ലകഹു വദഅ ബിദഅവതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ് ഫഊസികും വഇയ്യായ അവ്വലൻ ബിത്തഖ്വല്ലാഹ്. സ്റ്റേജിൽ ഉപവിഷ്ടരായ സാദാത്തുമാരെ, പണ്ഡിതന്മാരെ, പൗരപ്രമുഖരെ, മഹത്തായ പരിപാടിയിൽ മണിക്കൂറുകളായി സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന മഹല്ല് ഭാരവാഹികളെ, പൗരപ്രമുഖരെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ സാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിമഹത്തായ, ഏറ്റവും ശ്രേഷ്ഠമായ, മനുഷ്യനെ നിർമ്മിക്കാൻ അനിവാര്യമായ മാധ്യമം. സകല അംബിയാ മുർസലീങ്ങളെയും അല്ലാഹു തആല അയച്ചത് വിജ്ഞാന വിതരണക്കാരായി, ജ്ഞാനപ്രസരണക്കാരായി ആണ്. എല്ലാ നബിമാർക്കും അള്ളാഹു ഇൽമ് നൽകി. അള്ളാഹുവാണ് അവരെ പഠിപ്പിച്ചത്. അത് അവർ ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ തുടങ്ങിയ ആയത്തുകളിലൂടെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാം അള്ളാഹുവാണ് ആദം അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചത്. വയുഅല്ലിമുകുമുല്ലാഹ് എന്നും അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവാണ് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. വഅല്ലമക മാ ലം തകുൻ തഅലം എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് നേർക്കുനേരെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമ. നബിയെ, അങ്ങേക്ക് അറിവില്ലാതിരുന്ന കാര്യങ്ങൾ അള്ളാഹുവാണ് അങ്ങയെ പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, അൽഹംദുലില്ലാ 100 കൊല്ലത്തിലധികമായി ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സമസ്ത. ആദ്യത്തെ 1/4 നൂറ്റാണ്ട് 1926 മുതൽ 51 വരെ ഏകദേശം 1/4 നൂറ്റാണ്ട് അന്ന് പ്രായോഗികമായ ഒരു രീതിയിലായിരുന്നു. പ്രധാനമായി വാർഷിക സമ്മേളനങ്ങൾ നടത്തുക. വളാഞ്ചേരി സമ്മേളനം, മോളൂര് സമ്മേളനം, പട്ടിക്കാട് മണ്ണാർമല, അങ്ങനെ ഒരുപാട് സമ്മേളനങ്ങൾ, ചെമ്മൻകുഴി സമ്മേളനം, കാര്യവട്ടം സമ്മേളനം, ധാരാളമായി ആളുകൾ അതിന് പങ്കെടുത്തിരുന്നു. യാത്രാ സൗകര്യങ്ങളൊക്കെ തീരെ പരിമിതമായിരുന്ന, മറ്റു സംവിധാനങ്ങൾ ചെയ്യാൻ പ്രയാസങ്ങൾ ഏറെ ഉണ്ടായിരുന്ന കാലമായിട്ടും, ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ആദ്യത്തെ 1/4 നൂറ്റാണ്ട് കാലം വിജ്ഞാന വിതരണം, വിജ്ഞാന പ്രസരണം എന്ന കാര്യത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ബദ്ധശ്രദ്ധ പുലർത്തുകയുണ്ടായി. ഈ 1/4 നൂറ്റാണ്ട് കഴിയാറാകുമ്പോഴേക്ക് മുസ്ലിമീങ്ങളുടെ പുതിയ തലമുറയെ പഠിപ്പിക്കാൻ മദ്രസകൾ ഉടലെടുക്കുകയായി. 1945 കാര്യവട്ടത്ത് സമസ്ത സമ്മേളനം നടന്നപ്പോൾ, നേരത്തെ പറഞ്ഞ കൂട്ടത്തിലുള്ള സമ്മേളനങ്ങൾ നടന്നപ്പോൾ, മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ ജനങ്ങളെ അറിയിച്ചു, ഇന്ത്യ രാജ്യം സ്വതന്ത്രമാകാൻ പോവുകയാണ്. അതിൻ്റെ പശ്ചാത്തലം ഞാൻ വിവരിക്കണില്ല. ഇപ്പോൾ നമ്മൾ സർക്കാർ സ്കൂളുകളിലാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കാനുള്ള ഓത്തുപള്ളികൾ അഥവാ മദ്രസകൾ നടത്തി വരുന്നത്. ഇന്ത്യ രാജ്യം സ്വതന്ത്രമായാൽ
സർക്കാർ സ്ഥാപനങ്ങളിൽ നമ്മുടെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കാൻ അനുമതി നൽകപ്പെടുകയില്ല, കിട്ടുകയില്ല. അതുകൊണ്ട് അതൊരു വെല്ലുവിളിയായി നേരിട്ട് ഏറ്റെടുത്ത് നമ്മുടെ മക്കളെ പഠിപ്പിക്കാനുള്ള മദ്രസകൾ ഉണ്ടാക്കാൻ നാം തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു എന്നതായിരുന്നു ആ മുന്നറിയിപ്പ്. 45 ഇത് പറഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി. പിന്നെയും 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം വടകരയിൽ സമസ്തയുടെ സമ്മേളനം ചേർന്നു, നടന്നു. മുസ്ലിമീങ്ങളുടെ മക്കൾക്ക് മതവിദ്യാഭ്യാസം നൽകാൻ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകൃതമായി. മറ്റു വിദ്യാഭ്യാസം കിട്ടാൻ സ്ഥലമുണ്ട്, സർക്കാർ സ്കൂളുകളുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാഹ് 1951 സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകൃതമായി. അതേ വർഷം അവസാനം അതിൻ്റെ യോഗം ചേർന്ന് 7 മദ്രസകൾക്ക് അംഗീകാരം നൽകി. ഇന്നിപ്പോൾ 2 ആഴ്ച മുമ്പ് ചേർന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ അംഗീകാരം നൽകപ്പെട്ട മദ്രസകളുടെ അവസാനത്തെ മദ്രസയുടെ എണ്ണം 11,800. അതുകൊണ്ട് നൂറ്റാണ്ടുകൾ എത്ര പിന്നിട്ടാലും അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് മുസ്ലിം തലമുറയ്ക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന പ്രക്രിയ തന്നെയായിരിക്കും ഖിയാമത്ത് നാൾ വരെ തുടർന്ന് കൊണ്ടുപോകാൻ ഏറ്റവും 1-ാം റാങ്കായി ചെയ്യാനുണ്ടാവുക എന്ന് ഞാനിവിടെ അനുസ്മരിക്കും. ഈ മതവിദ്യാഭ്യാസം നമ്മുടെ നാട്ടിലെ മക്കളുടെ പുതിയ തലമുറയുടെ മതവിദ്യാഭ്യാസം അറിയാൻ, അതിൻ്റെ മികവ് ആസ്വദിക്കാൻ, ആ മഹത്തായ അനുഗ്രഹത്തിന് ശുക്ർ പറയാൻ കേരളത്തിൻ്റെ പുറത്തുള്ള ഇതേ പ്രായമുള്ള കുട്ടികളെ കണ്ടാൽ മതി. അവർക്കൊന്നും അറിയില്ല. ശഹാദത്ത് കലിമ അറിയില്ല, ഫാത്തിഹ സൂറത്ത് അറിയില്ല, അത്തഹിയാത്ത് അറിയില്ല, നിസ്കരിക്കാൻ അറിയില്ല, മുത്തലമിൻ്റെ നാട് എവിടെയെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. നമ്മളെ കുട്ടികൾക്ക് അതറിയും. അൽഹംദുലില്ലാഹ് ഇന്ന് ഈ രംഗത്ത് കേരളത്തിന് പുറത്തേക്ക് കൂടി കടക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നുകൂടി ഞാൻ ഇവിടെ അനുസ്മരിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കീഴിൽ 15ഓളം ഉപഘടകങ്ങളുണ്ട്. വിദ്യാഭ്യാസ ബോർഡ്, സുന്നി മഹൽ ഫെഡറേഷൻ, സുന്നി യുവജന സംഘം, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, ഇങ്ങനെ കുറേ. അവയൊക്കെ അൽഹംദുലില്ലാഹ് ഈ രംഗത്താണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക്. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കീഴ്ഘടകമായ സുന്നി മഹൽ ഫെഡറേഷനാണ് കേരളത്തിന് പുറത്തേക്ക് മതവിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദാർഹുദയിൽ നിന്ന് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ ഉറുദു ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും മറ്റുമൊക്കെ അവർക്ക് ഭാഷാപരമായ അറിവും സാമൂഹിക രംഗത്തുള്ള പ്രവർത്തനങ്ങളിൽ സവിശേഷമായ താല്പര്യവും ഉള്ളതുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നു. അതൊരടിസ്ഥാന വിഷയം എല്ലാത്തോടും ഞാൻ കൂടുതൽ പറയുന്നില്ല. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് തന്നെ പുതുതായി സ്ഥാപിച്ച 700-ലധികം മദ്രസകൾക്ക് അംഗീകാരം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടെ അവിടങ്ങളിൽ ആയിരക്കണക്കിന് മദ്രസകളും ലക്ഷക്കണക്കിന് മുതഅല്ലിമീങ്ങളും വിദ്യാർത്ഥികളും അൽഹംദുലില്ലാഹ് ഈ സംരംഭങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കും. സമസ്ത കേരള ജമിയത്ത് വിദ്യാഭ്യാസ ബോർഡ് അതിനൊരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതും ഞാനിവിടെ വിശദീകരിക്കണില്ല. ഞാനിത് സൂചിപ്പിക്കുന്നത് ഒരു 10 കൊല്ലം മുൻപ് ഇങ്ങനെ ഒരു വികാസം, പ്രവർത്തന രംഗത്തുള്ള ഒരു വൈപുല്യം സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല എങ്കിൽ ഇന്നങ്ങനെയുള്ള ആയിരക്കണക്കിന് മദ്രസകളും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും കേരളത്തിന് പുറത്തുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംജാതമായിരിക്കുന്നു, സമാഗതമായിരിക്കുന്നു എന്ന് ഉണർത്താനാണ് ഞാനിത് പറഞ്ഞത്. അത് പറഞ്ഞതാകട്ടെ ആ രംഗത്ത് കൂടുതൽ നമ്മൾ പ്രവർത്തിക്കണം. നിങ്ങളൊക്കെ കൂടുതൽ ദുആ ചെയ്യണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വൈസ് ചാൻസലർ വന്നു.
30 കൊല്ലത്തിലധികം മുമ്പ്. നിർഭാഗ്യവശാൽ വെള്ളിയാഴ്ച ഒരു യോഗം ചേർന്നപ്പോൾ ജുമാക്ക് നിർത്തിവെച്ച്, നമ്മളിവിടെയുള്ള കുറേ പ്രൊഫസർമാരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജുമാക്ക് പോകണ്ടോ എന്നുള്ള ജുമാ നിർത്തിവെച്ചു. വൈസ് ചാൻസലർ പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് നിസ്കരിക്കാൻ അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ പോയി നിസ്കരിക്കണം. കോഴിക്കോട്ട് സംഭവിച്ചതാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സംഭവിച്ചതാണ്. അപ്പോൾ അഭ്യസ്തവിദ്യരായ വലിയ ആളുകൾക്ക് പോലും പ്രാഥമികമായ മതവിദ്യാഭ്യാസം പോലുമില്ലാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു അന്ന് നമ്മളുണ്ടായിരുന്നത്. ഇന്നത് മാറി, അൽഹംദുലില്ലാഹ്. ഞാൻ പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിദ്യാഭ്യാസം സമൂഹത്തിന് കൈമാറുകയാണ് ചെയ്തത്. അംബിയാ മുർസലീങ്ങളും അത് തന്നെ ചെയ്തത്, സമൂഹത്തിന് വിജ്ഞാനം വിദ്യാഭ്യാസം കൈമാറി. അതേ രംഗത്ത് തന്നെയാണ് നമ്മളും പ്രവർത്തിക്കേണ്ടത്. ആ രംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ നാം വിപുലീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളായ നമ്മളെല്ലാവരും തന്നെ ഇഖ്വാനിയങ്ങളാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. അന്യ സ്റ്റേറ്റുകാരാണ്, അന്യഭാഷക്കാരാണ് എന്ന് പറഞ്ഞാൽ അവരെ മാറ്റി നിർത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ച് ഉറുദു ഭാഷ കൂടുതൽ വിപുലമായി വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന പല നാടന്മാർക്കും ഗൾഫിലൊക്കെ പോയി നിന്നിട്ട് അറബി അറിയാം. നമ്മുടെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന പല വിദ്യാർത്ഥികളും അൽഹംദുലില്ലാഹ് ഉറുദു കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ വൈജ്ഞാനിക വിപ്ലവം കേരളത്തിന് പുറത്തേക്ക് കൂടുതൽ ശക്തമായി കൊണ്ടുപോകുവാൻ നമ്മൾ ശ്രമിക്കണം. അതിനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, ആമീൻ എന്ന് നമ്മൾ ദുആ ചെയ്യാണ്. മതവിദ്യാഭ്യാസപരമായ അജ്ഞത, വൈജ്ഞാനിക കുറവ് ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. ഇന്ന് നമ്മുടെ കുട്ടികളിൽ ഒക്കെ മതവിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകുന്ന ആളുകൾ തന്നെ മതപരമായ സംസ്കാരത്തിൽ പിന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മതസംസ്കാരത്തോടുള്ള അകൽച്ച, അപ്രതിപത്തി നമ്മുടെ വളർന്നു വരുന്ന തലമുറയിൽ നിന്ന് നാം ഇല്ലായ്മ ചെയ്യണം. ഖിയാമത്ത് നാൾ വരെയും നമുക്കും നമ്മുടെ മക്കൾക്കും മുഅ്മിനീങ്ങളായി ജീവിക്കണം. അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗത്തിന് നമ്മൾ അർഹരാകണം. അതിനാവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കും അതിൻ്റെ കീഴിലുള്ള എല്ലാ ഉപഘടകങ്ങൾക്കും അള്ളാഹു അതിനവസരങ്ങൾ സൃഷ്ടിച്ച് കൊടുക്കുമാറാകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്ത് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.